ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലായ കുക്കിംഗ് അറ്റ് മേഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അവൽ കൊണ്ടൊരു പായസമാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതുമാണ്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണിത്. ഇപ്പം നമുക്ക് ഈ നോമ്പ് കാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല റെസിപ്പിയാണ്. ഞാൻ ഇതിനു മുമ്പ് റവ ദോശയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറേ പേർ കണ്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞ്, കാണാത്തവർ കണ്ടു നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ നമുക്ക് ഈ അവൽ പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. പായസം ഉണ്ടാക്കേണ്ടത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണക്കമുന്തിരി കശുവണ്ടി കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. ഇനി വേണ്ടത് പായസത്തിന് ആവശ്യമുള്ള അവലാണ്. ഞാനിവിടെ ഇതുപോലുള്ള ബ്രൗൺ കളറിലെ അവലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും കുറച്ച് കട്ടിയുള്ള അവൽ വേണം ഉപയോഗിക്കാനായിട്ട്. നേരിയ അവലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെന്തുടഞ്ഞ് കുറുകിപ്പോവും. അപ്പോൾ പായസം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. വെള്ള അവലിനേക്കാളും ടേസ്റ്റ് ഇതുപോലുള്ള അവൽ വെച്ച് പായസം ഉണ്ടാക്കുന്നതാണ്. പായസത്തിന് ആവശ്യമുള്ള പാലാണ് ഞാൻ പാക്കറ്റിൽ കിട്ടുന്ന പശുവിൻ പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഉപയോഗിച്ച് പായസം ഉണ്ടാക്കാം. ഇതാകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ആവശ്യത്തിന് നെയ്യ്. ഞാനിവിടെ ശർക്കരയാണ് പായസത്തിന് മധുരത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര കൊണ്ടും ഈ പായസം ഉണ്ടാക്കാം. ഞാനിവിടെ കുറച്ച് ഹെൽത്തി ആവാൻ വേണ്ടി ശർക്കരയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ശർക്കര ഒന്ന് ഉരുക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അത് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കണം. പാത്രം സ്റ്റൗവിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം. ഈ പായസത്തിലേക്ക് ശർക്കര നീര് ചേർക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശർക്കര നീര് തണുത്തതിന് ശേഷം മാത്രം പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ പാല് പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പായസം ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിരുമ്പോൾ അതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കശുവണ്ടി കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടി ഒരു ബ്രൗൺ കളറായി മുന്തിരിയൊക്കെ ഒന്ന് നന്നായിട്ട് വീർത്ത് വരുമ്പോഴത്തേക്കും നമുക്കത് കോരി മാറ്റാം. ഇനി നെയ്യിലേക്ക് നമുക്ക് അവൽ ചേർത്തൊന്ന് വറുത്തെടുക്കണം. ഞാൻ ഈ അവലൊന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുത്തതാണിത്. അവലൊക്കെ കുറച്ച് അഴുക്കുണ്ടാവും. വെള്ളത്തിൽ അധികം നേരം ഇടരുത്. വെള്ളത്തിലിട്ടൊന്ന് പെട്ടെന്ന് കഴുകിയെടുക്കണം. കഴുകിയതിന് ശേഷം ഒരു അരിപ്പപാത്രത്തിലൂടെ അരിച്ച് വെള്ളമെല്ലാം കളഞ്ഞെടുത്ത അവലാണിത്. ഈ അവലൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. നെയ്യ് വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അവലൊരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പാലും കൂടെ ചേർത്ത് കൊടുക്കണം. പാല് ചേർത്തതിന് ശേഷം വീണ്ടും ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിക്കണം. ഇപ്പോൾ അവലൊക്കെ വെന്ത് പായസമൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറുകി പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് അരിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര കുറച്ച് തണുത്തതിന് ശേഷം മാത്രം പായസത്തിലേക്ക് ചേർത്താൽ മതി. ശർക്കര നല്ല ചൂടോടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതൊന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ശർക്കര ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിച്ചാൽ മതി. ഇപ്പോൾ പായസമൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ രുചികരമായ അവൽ പായസം റെഡിയായി കഴിഞ്ഞാൽ ഇത് വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതും വളരെ രുചികരവും വളരെ ഹെൽത്തിയുമാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈ റംസാൻ കാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.